ഹായ് ഓൾ, സ്റ്റുഡൻസിനോട് ചോദിക്കുവാണെങ്കിൽ കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ISROയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്പേസ് റിസർച്ചിൽ താല്പര്യമുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാന്ന്. അപ്പൊ അത്തരം കുട്ടികൾക്കുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ വന്നിരിക്കുകയാണ്. മക്കൾക്കുള്ള എല്ലാ സൊല്യൂഷനുമായിട്ട് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ കാണണം. അപ്പൊ തമ്മിൽ കണ്ടതുപോലെ IIST എന്ന് പറയുന്നത് എന്താണ് അല്ലെ? IIST എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ആണ്. ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത ട്രിവാൻഡ്രത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, IIST ഓഫർ ചെയ്യുന്നുണ്ട്. സോ IISTയിൽ നമ്മൾ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക, എക്സാംസ് സെപ്പറേറ്റ്ലി ഉണ്ടോ, ഇതല്ലേ ഡൗട്ട്. അതായത് മക്കളെ, IISTയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. മക്കൾ ആദ്യം എന്ത് ചെയ്യുന്നു, JEE മെയിൻ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നു. JEE മെയിനിൽ 25% ആണ് എന്ത് ചെയ്യുക, JEE അഡ്വാൻസിലേക്ക് എന്ത് ചെയ്യുക, കയറുക അല്ലെ. ഇപ്പൊ JEE അഡ്വാൻസ് കംപ്ലീറ്റ് ചെയ്ത ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ്, നല്ല റാങ്ക് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, IISTയിൽ അഡ്മിഷൻ ഇടാനായിട്ട് സാധിക്കുക. അപ്പൊ IISTയിൽ അഡ്മിഷൻ ഇടുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെ. ഇതൊരു സ്പേസ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ISROയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി IIST ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ BTech ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യാറുണ്ട്, വേറെ IITസും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ കോഴ്സ്. പക്ഷെ ആ കോഴ്സിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എവിടെ ചെയ്യാൻ പറ്റും, IISTയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത കോഴ്സാണ് BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സ്പെഷ്യലൈസേഷൻ ഇൻ ഏവിയോണിക്സ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BTechൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതല്ലാതെ 5 ഇയർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. അതായത് BTech പ്ലസ് MTech എന്ന് പറയുന്ന 5 ഇയർ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം അത് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മക്കൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് അവിടെ പഠിച്ച് നല്ല CGPA വാങ്ങിക്കുവാണെങ്കിൽ, CGPA എന്ന് പറയുന്നത് അവിടെ നമ്മൾ കണക്കാക്കുന്ന റിസൾട്ട് ആണ്. നല്ല റിസൾട്ട് വാങ്ങിക്കുവാണെങ്കിൽ സെമസ്റ്ററിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോളർഷിപ്പും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കുള്ള ഫീസിൽ റിഡക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ സെമസ്റ്റർ കഴിയുന്ന സമയത്ത് നിങ്ങൾ CGPA ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കും. ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും ISROയിലേക്ക് ജോബിൽ കയറാനും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ മക്കളെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇത് കാണുന്നത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളും അതേപോലെ തന്നെ ഇപ്പൊ +2ലുള്ള കുട്ടികളും കാണുന്നുണ്ടായിരിക്കും. സോ +2വിൽ ഇപ്പൊ കറന്റ് പഠിക്കുന്ന കുട്ടികളടുത്ത് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ +2വിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴും JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൈലത്തിന്റെ സൂപ്പർ കിങ്സ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ +2 ബോർഡ് എക്സാമിന് ഒട്ടും കോട്ടം വരുത്താത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ സാധ്യമാക്കുന്ന ഒരു ബാച്ചാണ്. സോ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സൈലത്തിന് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോൺ നമ്പറിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക, ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. ഒട്ടും വൈകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീവ് എക്സാം നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം തീരുമാനിക്കുക നിങ്ങൾ ഓരോരുത്തരുമാണ്. എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ബെസ്റ്റ് കോളേജിൽ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.